ആയുർവേദം പഴയ സംസ്കൃതത്തിൽ എഴുതുന്ന സാധനം പഴയ ആചാര്യന്മാർ എഴുതിയിട്ടുള്ളത്. അതിനെന്താ മാറ്റം ആവശ്യം? ഏത് ശാസ്ത്രത്തിനും കാലികമായ മാറ്റം വേണം. ഏതറിവും കാലത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. സമൂഹത്തിന് ഓരോ കാലഘട്ടത്തിലും സമൂഹം കാലം മാറുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മാറും, അവരുടെ സമീപനങ്ങൾ മാറും, അവർ സ്വീകരിക്കുന്ന രീതികൾ മാറും. ആ മാറ്റത്തിനനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ ശാസ്ത്രത്തിനും പല മാറ്റങ്ങളും വരും എന്നാണ് വളരെ ഉത്പരിഷ്ടമായിരിക്കുന്നതായിരുന്നു നമുക്ക് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഈ ഫാക്ടറി തുടങ്ങിയ സമയത്ത് ആയുർവേദത്തിൽ ഫാക്ടറിയോ മരുന്ന് നിർമ്മാണത്തിൽ ഫാക്ടറിയോ ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ എത്രയോ ഒരു വലിയ പുരോഗമന ചിന്തയോടുകൂടി ഇനി ഭാവിയിൽ ഇതിനുണ്ടാവാൻ പോകുന്ന വികാസങ്ങളെ കുറിച്ച് എത്രയോ ഒരു മുൻകൂട്ടി അതിൻ്റെ ഒരു ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആധുനിക രീതിയിൽ ആയുർവേദ മരുന്നുകൾ, അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം ചെയ്തൊരു കാര്യം സംസ്കൃതത്തിൽ പറയും. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്, ചലത്യേകേന പാദേന തിഷ്ഠത്യന്യേന ബുദ്ധിമാൻ. ബുദ്ധിമാൻ ഒരു കാല് കൊണ്ട് നടക്കുകയും ഒരു കാല് കൊണ്ട് നിൽക്കുകയും ചെയ്യും എന്നാണ്. നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ നിൽക്കണമുണ്ട്. എന്താ, ഒരു കാലം കൊണ്ട് നമ്മൾ നിൽക്കുക, ഒരു കാലേ നീങ്ങുള്ളൂ. രണ്ട് കാലം കൊണ്ട് നടന്നാലുള്ള അവസ്ഥ എന്താവും? നമ്മൾ വീഴും. ഈ രണ്ട് കാലിനെ സൂചിപ്പിച്ചത് എന്താ വെച്ചാൽ അത് മൂസ് പറഞ്ഞ വ്യാഖ്യാനമാണത്. ആ വ്യാഖ്യാനം എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. അദ്ദേഹം പറഞ്ഞത് ഒരു കാലം ഉറപ്പിച്ചു വെക്കണത് പഴമയിലാണ്, നമ്മുടെ പാരമ്പര്യത്തിലാണ്, നമ്മുടെ വിജ്ഞാനത്തിന്റെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാരമ്പര്യത്തിലെ ജഡങ്ങളായിരിക്കുന്ന വൃഥാസ്ഥൂലങ്ങളായ ഭാരം നമുക്കുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ കളയണം. പാരമ്പര്യം എന്ന് വെച്ചാൽ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല, അതിനെ കളയാം. പക്ഷേ പാരമ്പര്യത്തിൽ വളരെ ആകർഷകമായ നമ്മുടെ ജീവിത സന്ധാരണം, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരുപാട് ഷൈനിങ് ആയിട്ടുള്ള അംശങ്ങൾ കിട്ടാൻ ആ അംശങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അപ്പൊ ഈ ഒരു കാല് വെക്കുന്നത് പാരമ്പര്യത്തിലാണ്, മറ്റേ കാല് പുരോഗമനത്തിലേക്കാണ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ചലത്യേകേന പാദേന തിഷ്ഠത്യന്യേന ബുദ്ധിമാൻ എന്ന് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളുടെ അടുത്ത കാലത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കണ്ടെത്തിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, അതിൽ പ്രധാനമായിട്ടും അഷ്ടാംഗ ഹൃദയത്തിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ, അതൊക്കെ അദ്ദേഹം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി അത് എഡിറ്റ് ചെയ്യേണ്ട രീതികൾ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഉപദേശിക്കുകയുണ്ടായി. അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതുവീക്ഷണം ആയുർവേദത്തെ പഴയ ആചാര്യന്മാർക്ക് ഉണ്ടായതിന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് എങ്ങനെ ഈ ശാസ്ത്രം ഇനി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്, എങ്ങനെയെല്ലാം മാറ്റപ്പെടേണ്ടതുണ്ട്, എങ്ങനെയെല്ലാം അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട് പുതിയ രീതിയിൽ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വളരെ ബോധവാനായിരുന്നു. അങ്ങനെ പഴയതിൻ്റെയും പുതിയതിൻ്റെയും പഴമയുടെയും പുതുമയുടെയും ആകർഷകമായ ഒരു സംഗമ ഭൂമിയായിരുന്നു ഇന്ന് ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന E.T. നാരായണൻ മൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വളരെ വളരെ പലരും സംസാരിക്കാനുണ്ട്. വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അതൊക്കെ പറയാൻ ഒരുപാട് മണിക്കൂറുകൾ വേണം. ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ പരിപാടി ഇത്രയും ഹൃദ്യമായി ഇവിടെ സംഘടിപ്പിച്ച അതിന് തികച്ചും അച്ഛൻ്റെ അനുഗ്രഹം ഏഴെണ്ണം മൂസിനും അനിയം മൂസിനും അവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ധാർമ്മികമായ നിലപാടുകളാണ് എന്നും എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ധർമ്മത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാണ്. ധർമ്മത്തെ ചെയ്യേണ്ടത് ചെയ്യുക, അതാണ് സമൂഹത്തിന് ചെയ്യേണ്ടത് ചെയ്യുക, അതാണ് ധർമ്മം. ആ ധർമ്മം വേണ്ട പോലെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഉത്കർഷങ്ങളൊക്കെ അഭിവൃദ്ധികളൊക്കെ ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വളർച്ചകൾ ഇവിടെ ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാം. അത് ഉത്തരോത്തരം ബലവത്തായി ആ വളർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനെന്നെ വിളിച്ചതിന്
പ്രത്യേകമായ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.